പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ തെന്നന്തിരി ഹോസ്പിറ്റലിലാണ്. ഇതൊരു ആയുർവേദ ആശുപത്രിയാണ്. ഞാനിവിടെയാണ് നിൽക്കുന്നത്. ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായി കാണണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. അത് സൂസിയാൻ്റെയാണ്. സൂസിയാൻ്റ് ഈ കാല് കണ്ടോ? ഈ കാലിൽ ഈ പ്രശ്നമാണ് ആൻറ്റിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറിയത്. വർഷം മുമ്പ് BP കൂടി ഒരു പ്രയാസത്തിലായി തളർന്നു പോയി. അത് കഴിഞ്ഞ് പിന്നെ സുഖമായി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് കാലിലിങ്ങനെ കുരുക്കൾ വരികയും വീണ്ടും രോഗിയായി തീരുകയും ചെയ്തു. അച്ചായനും ഹാർട്ട് സംബന്ധമായ, ഇത് സണ്ണി അബ്രഹാം, ഹാർട്ട് സംബന്ധമായ വലിയ ഒരു പ്രശ്നത്തിലാണ് അച്ചായനും ഉള്ളത്. ഈ കാര്യങ്ങളെക്കുറിച്ച് അച്ചായൻ സംസാരിക്കും. എൻ്റെ പേര് സണ്ണി അബ്രഹാം എന്നാണ്. വീട് പർവത്താണ്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് തൊടുപുഴ ധന്വന്തരി ഹോസ്പിറ്റലാണ്. ഇതൊരു ആയുർവേദ ഹോസ്പിറ്റലാണ്. ഞാനെൻ്റെ വൈഫിന് സുഖമില്ലാതെ ഇപ്പോൾ 23 ദിവസമായി ഇവിടെ അഡ്മിറ്റ് ആയിട്ട്. ഇനിയും ഈ ശനിയാഴ്ച എനിക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോകണം. കാരണം ഞാൻ എൻ്റെ ജോലി റബ്ബർ വെട്ടാണ്. ഞാൻ തിങ്കളാഴ്ച റബ്ബർ വെട്ടിക്കോളാമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇന്നിപ്പോഴും വിളിച്ചു, തിങ്കളാഴ്ച റബ്ബർ വെട്ടിക്കോളാമെന്ന് പറഞ്ഞു. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റ് വരുമാനങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ശനിയാഴ്ച പോകുമ്പോൾ ആശുപത്രിയിൽ ബില്ലടയ്ക്കാനായിട്ട് ഞാൻ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നു. 1,10,000 മേലെ വരും. അതിൽ 50,000 രൂപ ഞാൻ വേറൊരു കടം വാങ്ങിച്ച് ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ബാക്കി തുക ശനിയാഴ്ച പോകുമ്പോഴത്തേക്ക് അടയ്ക്കണം. ബാങ്കിൽ നിന്നാണെങ്കിൽ 5 ലക്ഷം രൂപ ലോൺ എടുത്താണ് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയത്. ആദ്യം കടം വാങ്ങിച്ച് പിന്നെ അത് കടം കൊടുക്കാനായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് കടം കൊടുത്തത്, വീട്ടിയതാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഞാനും ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. 2023 ഒക്ടോബർ 23 എനിക്കൊരു അറ്റാക്ക് ഉണ്ടായി. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റെൻറ്റ് ഇട്ടു. എനിക്കും സൂസയ്ക്കും മരുന്നിനും കൂടെ സാമ്പത്തികം ചിലവ് വളരെയാണ്. എത്ര രൂപ കടമുണ്ട്? ഇപ്പോൾ 4 ലക്ഷം രൂപയോളം കടമുണ്ട് എനിക്ക്. 4 ലക്ഷം രൂപ കടമുണ്ട് അല്ലേ? ബാങ്കിൽ എത്ര ഉണ്ട്? ബാങ്കിൽ 3,10,3,12 വരും. ഓക്കെ. ഇനിയിപ്പോൾ ഈ പ്രാവശ്യം ഇനിയിപ്പോൾ പരിശീലനം കൂടെ വരുമ്പോൾ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. 3,12 കഴിഞ്ഞ പ്രാവശ്യം ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞ് വന്നായിരുന്നു. ഇപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് ബില്ലടയ്ക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ ഇനിയിപ്പം വെളിയിലിറങ്ങാൻ? ഇനിയിപ്പം എൻ്റെ ഇപ്പോൾ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വിളിച്ചത്. അപ്പോൾ ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. പേരെങ്ങനെ കിടക്കുന്നത്? സണ്ണി അബ്രഹാം. ബ്രാഞ്ച് ഏതാ? നേർപ്പാറ ബ്രാഞ്ച്. ഓക്കെ. എന്നാ ഈ പ്രശ്നം ഉണ്ടായത്? എത്ര നാളായി ഉണ്ടായിട്ട്? 2015 മെയ് 30 ആദ്യമായി സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം അടുത്ത ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്നാൽ അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് അങ്ങനെ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ 12 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. അത് കഴിഞ്ഞ് റിക്കവറി ആയി വീട്ടിൽ വന്ന് ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ട്രീറ്റ്മെൻറ്റ് അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം 4 വർഷത്തിന് ശേഷം കാലിൽ ചെറിയ കുരുക്കളുണ്ടായി. ഇതുപോലെ അല്ലേ? ഇങ്ങനെയല്ല വന്നത്, ഇതിപ്പോൾ കരിഞ്ഞാന്ന് തോന്നുന്നല്ലേ? ഓക്കെ. മുട്ട ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അതിൻ്റെ ഇടെ അല്ലേ? മുട്ട നൂരത്തില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ് പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. എന്നാലും കുറഞ്ഞില്ല. ഇപ്പോൾ വേറെ ചെറിയ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അവിടെ ആ മുറിവ് ഉണങ്ങി. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിന് ഭയങ്കര വേദന, നടുവിനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇരുന്ന് കഴിഞ്ഞാൽ കാല് നൂരാൻ ബുദ്ധിമുട്ടാണ്.
നടുവിൻ്റെ വിഷമമുണ്ട്. നിൽക്കാനോ നടക്കുവാനോ ഇപ്പോൾ സാധ്യമല്ല. അതിനാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് വന്നത്. ഇപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശനിയാഴ്ച ആകുമ്പോൾ എനിക്ക് വീട്ടിൽ പോയേ പറ്റുള്ളൂ. കാരണം ഞാൻ വേറെ ആളുടെ റബ്ബറാണ് ടാപ്പ് ചെയ്യുന്നത്. ഉള്ള ഉപജീവന മാർഗം കൂടെ പോകും അല്ലേ? എത്ര വർഷമായിട്ട് ആൻറ്റി നോക്കുന്നുണ്ട്? ഞാൻ 9 വർഷം നോക്കുന്ന വെച്ചാൽ ട്രീറ്റ്മെൻറ്റില്ല 9 വർഷമായിട്ട് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 5 വർഷം കുഴപ്പമില്ലാതെ നടന്നല്ലേ? 4 വർഷം. അപ്പം അത് കഴിഞ്ഞ് 5 വർഷമായിട്ട് വീണ്ടും പ്രശ്നത്തിലാണ്. അതെ. അപ്പം അതിനകത്ത് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഞാൻ അറ്റാക്ക് വന്ന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം എടുത്ത് പൊക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എടുത്ത് പൊക്കാതിരിക്കാൻ നോക്കില്ല. വേറെ ആളെ നിർത്താനുള്ള ഒരു സാമ്പത്തികം അനുവദിക്കുന്നില്ല. ഓക്കെ, ശരി. കഴിഞ്ഞ 9 വർഷമായി ആൻറ്റി രോഗിയാണ്. അതിൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം 4 വർഷം സുഖമായിട്ടൊക്കെ പോയി. പക്ഷെ അതിനുശേഷം വീണ്ടും രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ വന്നിരിക്കുകയാണ്. എനിക്ക് അച്ഛനോടൊക്കെ ഒത്തിരി ബഹുമാനം തോന്നുന്നുണ്ട്. കാരണം ഒരു റബ്ബർ വെട്ടാണ് ആകെയുള്ള വരുമാനമെങ്കിലും പലരോടും പൈസ കടം വാങ്ങി ആൻറ്റിയെ പിന്നുപോലെ നോക്കി ചികിത്സിച്ച അതൊരു വലിയ സ്നേഹം തന്നെയാണ്. ഈ തലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ്. പക്ഷേ കടബാധ്യത വലിയ അളവിൽ ഇപ്പം നിലനിൽക്കുകയാണല്ലോ. നമുക്കറിയാം, കടബാധ്യത ഉണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുകയില്ല. മാത്രമല്ല, ഇനിയും ചികിത്സിക്കാനായി പൈസയും ആവശ്യമാണ്. ഇപ്പം 23 ദിവസമായി വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ബുധനാഴ്ചയാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇടുന്ന ദിവസമാണ്. ഇനിയൊരു 4-5 ദിവസം കൊണ്ട് ഇവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നിന്ന് പോയി ഇനി റബ്ബർ വെട്ടിങ് മാത്രമേ ജീവിക്കാനായിട്ടൊരു മാർഗ്ഗമുള്ളൂ. മോനുണ്ട്, അവനൊരു ചെറിയൊരു ജോലിയുണ്ട്. പക്ഷെ ആ വരുമാനത്തിലൊന്നും അവൻ വിവാഹം കഴിച്ചതാണ്. പക്ഷെ ആ വരുമാനത്തിലൊന്നും ഈ കാര്യങ്ങൾ ഇവർക്കും കൂടെ ആവശ്യമായ സാമ്പത്തിക കാര്യങ്ങൾ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വലിയ അളവിൽ കൊടുക്കാനായിട്ട് കഴിയില്ല. അതുപോലെ ഇവരുടെ ആവശ്യങ്ങളാണ്. മോൻ്റെ കാര്യം എങ്ങനെയാണ്? എനിക്കൊരു മോനാണുള്ളത്. അവന് എറണാകുളത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്നു. അവൻ്റെ വരുമാനത്തിൽ ചെറിയൊരു തുക എനിക്ക് തരുന്നുണ്ട്, അവൻ്റെ കഴിവനുസരിച്ച്. അതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനും ഈ അറ്റാക്ക് ഉണ്ടായിട്ടും റബ്ബർ വെട്ടുന്നത്. മോൻ വിവാഹിതനാണ്, മോക്ക് ജോലിയൊന്നും ആയിട്ടില്ല ഇതുവരെ. ഉള്ളവരെ കഴിയുന്ന സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഈ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക്, സണ്ണി എബ്രഹാം എന്ന പേരുള്ള ഈ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണമേ. ഞാൻ ആദ്യമായിട്ട് അച്ഛനെ കാണുന്നത് IPC എറണാകുളം ജില്ലയുടെ ജില്ലാ മേഖലയുടെ സെൻട്രൽ സ്കൂളിൻ്റെ മേഖലയുടെ ആരായിരുന്നു? സെക്രട്ടറി ആയിരുന്നു. ഇപ്പോഴ് ട്രഷറായിട്ടിരിക്കുന്നു. ആ നിലയിലാണ് ഞാൻ അച്ഛനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. എന്തായാലും ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന, തൻ്റെ ഇല്ലായ്മയിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നതായ ഒരു സഹോദരൻ കുടുംബമാണ്. ഇത്രയും ബുദ്ധിമുട്ടിന് നടുവിലും റബ്ബറും വെട്ടി ഉപജീവനം നടത്തുമ്പോഴും എറണാകുളം IPC എറണാകുളം ജില്ലയുടെ ഒരു മേഖലയുടെ പ്രവർത്തനങ്ങളിൽ സെക്രട്ടറിയായും ട്രഷറായും അതിനും കൂടെ സമയവും മനസ്സും കണ്ടെത്തി ദൈവത്തെ സേവിക്കുന്ന ഈ വാത്സല്യ അച്ഛനെ ഒരിക്കലും മറക്കരുത്. നമുക്ക് കഴിയുന്നതായ സാമ്പത്തിക സഹായങ്ങൾ പ്രിയ വാത്സല്യ അച്ഛന് വേണ്ടി ചെയ്യാം. ഇവിടെ അക്കൗണ്ടിൽ തന്നെ പൈസ അയച്ചാൽ മതി, മറ്റൊരു അക്കൗണ്ടിലും പൈസ അയക്കേണ്ടതില്ല. പൈസ വരുന്നതിൻ്റെ എല്ലാ വിവരങ്ങളും അറിയിക്കുന്നതാണ്. അതിൻ്റെ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞതിന് ശേഷം ആ വിവരങ്ങളും തീർച്ചയായിട്ടും അറിയിക്കാം. നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം കർത്താവിനാണെന്നുള്ള ബോധ്യം, നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിന് വേണ്ടിയാണ് എന്നുള്ളത് ഉള്ള ബോധ്യത്തോടെ നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളായും തീരത്തക്കവണ്ണം, നമ്മുടെ അധരങ്ങൾ കർത്താവിൻ്റെ അധരങ്ങളായി തീരത്തക്കവണ്ണം ദൈവം നമ്മെ ധാരാളമായ നിലയിൽ പിന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുകയാണ്. ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. ആമീൻ.